ഡൽഹിയിൽ CJP സമരം വൻ വിജയമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ CJP സമരത്തിന് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്, അവരെ അങ്ങനെയാണ് കാണുന്നതെന്നാണ് ഡൽഹി സമരത്തിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. യുവാക്കളാണല്ലോ തുടങ്ങിയത്. അടുത്ത സമരം പഞ്ചാബിലാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും സമരം ചെയ്യേണ്ട ഒരു സ്ഥലം കേരളമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട്, കേരളത്തിലാണ് ഏറ്റവും ഇത്തരം ക്രമക്കേടുകൾ കഴിഞ്ഞ 10 വർഷത്തിനായി നടന്നത്. 10 പണ്ടുകൊണ്ട് ഒരു 10-35 വർഷമായിട്ട് കേരള PSC നിയമനത്തിൽ വലിയ ക്രമക്കേടുകളാണ് നടക്കുന്നത്. അതിന് ഒരുപാട് ആൾക്കാർ, പരീക്ഷാർത്ഥികൾ, ഈ പരീക്ഷ എഴുതിയവരും ജോലി തേടി പോയി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടും ജോലി കിട്ടാതെ പോയവരുമായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. CJP ഒരു സമരം നമ്മുടെ PSCയുടെ ക്രമക്കേടിനെതിരെ പ്രഖ്യാപിക്കുന്നു എന്ന് കരുതുക. ഇവിടെ LDFോ UDFോ അതിനെ പിന്തുണയ്ക്കുമോ? ഇതുപോലെ വന്ന് ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ ബ്രിട്ടാസും പറയുന്ന റഹീമും ഒക്കെ വന്ന് പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്തുണയ്ക്കില്ല എന്ന് മാത്രമല്ല, പരമാവധി ഇതിനെ അടിച്ചമർത്താനുള്ള വഴികളുണ്ടാകും നോക്കും. സമരം ചെയ്യാൻ വരുന്ന ജൻസികളെ എടുത്തിട്ട് അടിക്കാൻ ഒരാളിനെ ഏർപ്പാടാക്കി ഇവരെല്ലാവരും കൂടെ ചേർന്ന് കുറുവടിയും മുട്ടം കല്ലുമായിട്ട് DYFക്കാർ ആദ്യം ഇറങ്ങും. കാരണം അവന്മാരുടെ കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരിപാടികൾ നടന്നിട്ടുള്ളത്. ഇവിടെ ശരിക്കും ഈ CJP സമരം ഇപ്പം വല്ലവൻ്റെയും നെഞ്ചത്തോട്ടാകുമ്പോൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ, നമുക്ക് ഇതിടാം, പോസ്റ്റ് ഇടാം, സോഷ്യൽ മീഡിയ ഇത് ചെയ്യാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അഴിമതികൾക്കും ഈ പറയുന്ന പരീക്ഷാ തട്ടിപ്പിനുമെതിരെ ഒരു സമരം CJP തുടങ്ങാൻ ഇവിടെ CJPക്ക് എത്ര പേരെ കിട്ടും? അല്ല, ആരെയും കിട്ടുകയില്ല. ചിലപ്പം കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയാൽ പോലും അവരെ പിന്തുണയ്ക്കാൻ ആരും വരില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ രാഷ്ട്രീയ 3 മുന്നണിയിലും പെട്ട ആളൊന്നും വരത്തില്ല. CJPയുടെ അങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചാൽ അവരുടെ കൂട്ടത്തിൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം കാണും. അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടതാണ്. ഇവര് പലരും സെക്രട്ടറിന്റെ മുന്നിൽ നടത്തുന്ന സമരത്തിന് എത്ര പേര് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്ന് ഇവർ മണ്ണ് തന്ന സമരം നടത്തി, മുട്ടിൽ കഴിഞ്ഞ സമരം നടത്തി. ഇതൊക്കെ കണ്ട ആള് ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവരൊക്കെ ഏതോ വിഡ്ഢികളാണെന്ന രീതിയിൽ ചിരിക്കുകയാണ്. ഇവിടെ സാധാവും പോലും ആർക്കും ഇല്ലായിരുന്നു. ഇവിടെ ഈ മുട്ടിലഴഞ്ഞ സമരം, ആശാ സമരം, ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഇതൊക്കെ എന്തോ രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ള രീതിയിൽ ആണ് ഇവിടുത്തെ. ഇപ്പം CPM ഭരിക്കുന്ന സമയത്ത് അല്ലെ LDF ഭരിക്കുന്ന സമയത്ത് ആണ് ഈ PSCയുടെ മുന്നിലെ PSC നിയമനത്തിലെ കാലതാമസത്തിനും പിൻവാതിൽ നിയമനത്തിനുമെതിരെ മണ്ണ് വാരുത്തുന്ന കുട്ടികൾ പ്രതിഷേധിച്ചു. ആ സമരത്തെ അപഹസിച്ചവരാണ് ഇവരാണ് അവിടെ ഡൽഹി ചെന്നിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് ആളെ കയറ്റി വിട്ടു. അത് വലിയ കോമഡി ആയില്ലേ? DYFക്കാർ ഇവിടുന്ന് ഒരു വണ്ടി ആളങ്ങോട്ട് പോയി, ഇവിടെ ട്രെയിനെ കയറിയ പിന്നാലെ അവിടെ സമരം കഴിഞ്ഞു. അവിടെ ഡൽഹിയിൽ പോയി സ്ഥലം കാണാൻ പോയതാണോ അതോ ഇറങ്ങി തിരിച്ച് വന്നോ പാത വഴിയില്ല. പക്ഷെ ഇങ്ങനത്തെ കേരളത്തിൽ നടന്ന സമരങ്ങളെ ഒക്കെ അപഹസിക്കുകയും അതിന് പിന്തുണ കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്ന അവരാണ് ഇപ്പോൾ ശരിക്കും CJP സമരം വിജയിച്ചപ്പം എട്ടുകാലി മമ്മൂഞ്ഞുമാരായിട്ട് രംഗത്ത് വന്നു. എട്ടുകാലി മമ്മൂഞ്ഞുമാരെ നേരിട്ട് കാണാൻ ഇപ്പം നമുക്ക് നല്ലൊരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാവരും ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് എല്ലാവരും പറഞ്ഞ് രംഗത്തെത്തി. അതുകൊണ്ട് ഈ ഇത് ചെയ്ത രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ, ബ്രിട്ടാസ് SFIക്ക് അഭിവാദ്യങ്ങൾ, സമരക്കാർ തന്നെ പറഞ്ഞു SFI വന്നു, AASF വന്നു എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു, അവരെ സമ്മതിച്ചു. സെയിം CJP അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് വരൂ, വന്ന് ഈ PSC തട്ടിപ്പിനെതിരെ ഒരു സമരം ചെയ്യൂ. എന്താണ് യഥാർത്ഥ SFI എന്നും എന്താണ് യഥാർത്ഥ DYFI എന്നും നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. ഒരാളെയും കിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വേറൊരു കാര്യം, ഇവിടെ PSC പരീക്ഷാ തട്ടിപ്പിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം തെളിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഒരു കാരണവശാലും അത് തെളിയില്ല. മാത്രമല്ല, LDF സർക്കാർ ഭരിച്ച സമയത്താണ് അഭിജിത്ത് ദീപ്കെ കേരളത്തിൽ സമരം ചെയ്യാൻ വന്നിരുന്നെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുത്ത് അയാൾ അന്ന് തന്നെ അകത്താക്കും. വന്ന് പന്തലിൽ ഇരിക്കുന്നവരെ മൊത്തം ഇവന്മാർ കയറി അടിക്കുകയും ചെയ്യും. കുറുവടിയും ആയിട്ട് കയറി ഇവരടിക്കും. എന്തിന് നമ്മൾ പറയുന്നു? പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് എന്നാണ് ഇവരെല്ലാം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജന്തർ മന്ത്രിലാണെങ്കിലും എവിടെ ആണെങ്കിലും സർക്കാരിനെതിരെയാണെങ്കിലും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സർക്കാരിനെ വലിച്ചിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇതുപോലൊരു പ്രതിഷേധത്തിന് പോയതിൻ്റെ പേരിലാണ് പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും കട്ടലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത പോലെ തലയടിച്ചും നടുവടിച്ച് തകർത്തും ഇപ്പോഴും കട്ടലിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത വിധത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ മർദ്ദനം ഉണ്ടായത്. 2 ചെറുപ്പക്കാരെ തല അടിച്ചു കീറി, ആ ചെറുപ്പക്കാർ കൊടുത്ത പരാതിയും അട്ടിമറിച്ച് അവർക്കെതിരെ കേസും എടുത്ത് ആ കേസ് ഡയറി വരെ തിരുത്തി അതെല്ലാം നാശമാക്കി വെച്ചിട്ട ആൾക്കാരാണ് ഇവിടെയുള്ളത്. എന്തിനായിരുന്നു?
ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. സാംസ്കാരിക നായകന്മാരെല്ലാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചാടി എണീറ്റ് എല്ലാവരും മരിച്ചിട്ടില്ല, ഞങ്ങളിവിടെ ഉണ്ട്. ആഹ്ലാദ നൃത്തം തന്നെയായിരുന്നു, എല്ലായിടത്തും പോയി അവർ നൃത്തം ചെയ്യും. അതായത് ഈ CJP സമരം, ആ കുട്ടികൾ നടത്തിയ സമരം രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാത്ത സമരമായിരുന്നു. പക്ഷേ ആ സമരത്തിൽ സമരം ചെയ്യാൻ പോയവർക്ക് കൃത്യമായ രാഷ്ട്രീയവും ദുഷ്ടലാക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് യാതൊരു സംശയവും. അത് നമ്മൾ കണ്ടതാണല്ലോ. അത് നമ്മൾ വിവിധ തലങ്ങളിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും എല്ലാം നമ്മൾ കണ്ടതുമാണത്. ഇവർക്ക് എത്ര ധാർമ്മിക ബോധം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അവിടെ പോയി സമരം ചെയ്ത് നല്ലതായിരുന്നു, തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങണം. പക്ഷേ അത് ഇവിടെയും കൂടെ ബാധകമാകണം. ഈ സെലക്റ്റീവ് പ്രതികരണം, സെലക്റ്റീവ് സമരം നടത്തൽ, ഇതാണ് ഇവരെ സ്ഥിരം പരിപാടി. ഇത് കേരളത്തിലെ PSCയുടെ തട്ടിപ്പ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി എന്നെ വിളിച്ചു. അയാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം കേട്ടു, സത്യമാണ്. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്. സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഒരു തവണ വന്ന ചോദ്യ പേപ്പർ മുഴുവൻ വേദിക് ഏജിനെ കുറിച്ച്, അല്ലെ വേദിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വേദങ്ങളും ഉപനിഷത്തുകളും സംബന്ധിച്ച ചോദ്യമായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നു. ഇതിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് 95-ന് മേൽ മാർക്കുണ്ട്. അതായത് അയാൾ എന്നോട് പറഞ്ഞതെന്ന് അറിയും, ഇത് വേദപണ്ഡിതന്മാർ എഴുതിയാൽ അവർക്ക് ഈ 50 മാർക്ക് കൂടുതൽ കിട്ടത്തില്ല. അങ്ങനെയുള്ള ഈ പരീക്ഷയുടെ ഉത്തരത്തിൽ ഒരു വിഭാഗത്തിന് 95% മേൽ മാർക്ക്, 95-ന് മേൽ മാർക്ക്. ബാക്കി പിന്നെ ഈ ആദ്യം കിട്ടി 95-ന് മേൽ കിട്ടിയ 10-100 പേരുണ്ട്. അടുത്ത ഘട്ടം മാർക്ക് 80, 70 അങ്ങനെ ഗ്രാജുവലായിട്ട് കുറഞ്ഞിട്ടല്ല. ഇനി അടുത്ത ഒരു ഘട്ടം, ഇതിന് പിന്നിലുള്ള ആൾക്കാർക്ക് കിട്ടിയേക്കുന്ന മാർക്ക് 40-ൽ താഴെ, നേരെ പകുതിയിലും താഴെ. അതായത് ഒരു വിഭാഗത്തിന് 95 കിട്ടിയതിൻ്റെ പിന്നെ ബാക്കി അടുത്ത വിഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് 40-ലാണ്, 40-ന് താഴോട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 40-ൽ താഴെ കിട്ടിയവരാണ് യഥാർത്ഥത്തിൽ നേരെ ചൊവ്വേ പരീക്ഷ എഴുതിയത്. ഈ 95-ന് മേളിൽ കിട്ടിയവർക്കൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടും. അല്ലെ, നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് വേദങ്ങളെ കുറിച്ച് വേദത്തെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാൻ ഇത്രയും മാർക്ക് 95 മാർക്ക് കിട്ടുന്നതിൽ എഴുതാൻ പറ്റും. സ്വാഭാവികമാണത്. ഇത് ആ ഒരു പരീക്ഷയുടെ മാത്രമല്ല. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു, കുറച്ച് വിവരാശമൊക്കെ വെച്ച് എടുത്തു. അപ്പോൾ ഈ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് ഓരോരുത്തർക്കും കിട്ടിയ മാർക്കിൻ്റെ ഒരു ഗ്രാഫ് തയ്യാറാക്കി നോക്കുമ്പോൾ ടോപ്പ് റാങ്കിൽ വന്നവർക്ക് എല്ലാം 95-ന് മേൽ മാർക്കാണ്. അത് കുറേ പേർക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അടുത്തതായിട്ട് പുറകിലോട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കിട്ടുന്ന 60-70 പിന്നെ അടുത്ത വരുന്നത് 50 താഴോട്ടാ. അതിനിടയ്ക്കുള്ള ഈ 60, 70, 80 ഒന്നുമില്ല, ഉള്ളത് 95. അവർ കഴിഞ്ഞ അടുത്ത ഘട്ടം ഈ 50 താഴെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, ബി ടിക്ക് ചെയ്യാൻ പറഞ്ഞു. അതെ, ബി മാത്രം ടിക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, PSC പരീക്ഷ തട്ടിപ്പിൽ പ്ലാനിംഗ് ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ ഇതുപോലെ ക്രമക്കേട് നടന്നു. ഇതെല്ലാം പേപ്പർ അവരോ കൈകൊണ്ട് അവർ നേരിട്ട് നോക്കി മാനുവലായിട്ട് പരിശോധിച്ചു. ഇതെല്ലാം നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. പക്ഷേ ഈ അന്വേഷണത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴേ നമുക്ക് പറയാം. ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ ആൾക്കാരുണ്ട്. അത് LDFകാരാണെങ്കിലും UDFകാരാണെങ്കിലും അവർക്കെല്ലാം അവരുടേതായുള്ള അജണ്ടകളുണ്ട്. ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. എന്തിനേറെ പറയുന്നു, MR അജിത് കുമാർ എന്ന് പറയുന്ന ആ ക്രിമിനലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ, അയാൾക്കെതിരെ നടപടി ഒഴിവാക്കാൻ പിണറായി വിജയൻ ഇടപെട്ടിരുന്നു എന്നൊരു വിവരവും ഇപ്പോൾ പുറത്തു വരും. അയാൾ ഇടപെട്ടിരുന്നു എന്നൊരു മാത്രമല്ല, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ അജിത്തിനെ സസ്പെൻഡ് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? അയാളുടെ ADC ആയിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി വിടുപണി ചെയ്ത ആളാണ് അയാൾ. പിന്നെ അങ്ങനെയല്ലേ പറയും? അത്രേ ഉള്ളൂ. നമ്മൾ ന്യായീകരിക്കുകയുള്ളൂ. പക്ഷേ ഈ UDF സർക്കാരിന് എന്താണ് ഇതിനകത്ത് കാര്യം? അപ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അല്ലെ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയത്, ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അത് ഇവർ സ്റ്റേജ് കയറി ഓരോരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവർ പരസ്പരം ഇവരെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം, അപ്പുറത്തെ വീട്ടിലെ ഇത് കാണാൻ എന്തൊരു രസം, ദുരിതം കാണാൻ എന്തൊരു രസം. എൻ്റെ വീട്ടിൽ ഇതേ ദുരിതം വരുമ്പോഴാണ് എനിക്ക് അതിൻ്റെ സുഖം അറിയും. ഇപ്പോൾ അഭിജിത്ത് ദീപ്കയും കൂട്ടരും പ്രധാനമന്ത്രിക്ക് BJP സർക്കാരിനുമെതിരെ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കും, ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ സമരത്തിൽ നമ്മൾ എല്ലാവരും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ ജന്മാവകാശമാണെന്ന് പറയും. ഇതേ ആൾക്കാരാണ് ഈ പ്രതിഷേധത്തിന് കരിങ്കൊടി കാണിക്കാൻ പോയ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് അടിക്കുന്ന കൂടാതെ ചെടിച്ചട്ടി എടുത്ത് അടിച്ചതാരാണ്? ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർക്ക് എന്തായിരുന്നു ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് സുരക്ഷ ഒരുക്കാൻ DYFI ആരാണ് ഏൽപ്പിച്ചത്? അല്ല, ഇവർ ഈ ഡൽഹിയിൽ ചെന്ന് എന്തൊക്കെ കോപ്രായം ഇവിടെ കാണിച്ചാലും, ഇവിടെ മാനവീയ രീതിയിൽ നൃത്തം ചെയ്താലും ഒന്നും നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കാര്യം അറിയാം. ഇവരെ മുഴുവൻ കള്ളന്മാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കലർത്തേണ്ട കാര്യം എന്താണ്? ഈ രാഷ്ട്രീയം ഇപ്പം നിങ്ങളിപ്പോൾ പറയുന്ന ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം, CJPയുടെ സമരം, സമാനതകളില്ലാത്ത സമരം, കുട്ടികളുടെ കൂടെ സമരം,
ഒന്നുമില്ല, നിങ്ങളുടെ സർക്കാരിനെതിരെ വരട്ടെ. എന്തിന് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ വരട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന പിണറായി സർക്കാരിനെതിരെ വരട്ടെ, നിങ്ങൾ ഇറങ്ങി അടിച്ചമർത്തും. അപ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധമൊന്നുമില്ല. ഏതവൻ ഇറങ്ങിയാലും ഞങ്ങൾ കൈകാര്യം ചെയ്യും. ആശാവർക്കർമാരുടെ സമരപ്പന്തൽ രാത്രി പൊളിച്ച ആ മനുഷ്യരെ, ആ സ്ത്രീകളും പെരുമഴയത്ത് നിർത്തിയവരാണ്. അതാണ്. അതുപോലെ എന്തിനു പറയുന്നു, ED എന്ന് പിണറായി വിജയന്റെ മകളുടെ വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ആ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് അവിടെ എല്ലാം തല്ലി തകർത്തവന്മാരാണ്. നിയമപരമായിട്ടൊരു ഏജൻസി, ഇന്ത്യയിലെ ഒരു ഏജൻസി, അവർ ഭരണഘടനാപരമായ അധികാരമുള്ളൊരു ഏജൻസി, അവർ വന്ന് കയറുമ്പോൾ അവരെ അടിച്ചോടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെയൊക്കെയാണ് നമ്മൾ ഇതിനെ നിങ്ങൾ എന്ത് സമരത്തിനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ അല്ല, അത് രാഷ്ട്രീയത്തിന്റെ മനോഹാരിതയാണ്. ഇത് നിങ്ങളുടെ നേരെ തിരിയുന്നിടം വരെ നിങ്ങൾക്കൊക്കെ നിഷ്പക്ഷത ഉണ്ടാവുകയുള്ളൂ. അതിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ എന്തായാലും രഞ്ജിനി ഹരിദാസ് എങ്ങാണ്ട് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു, കേരളത്തിലെ PSC സമരത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് സമരം നടത്തണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഒന്ന് നോക്കട്ടെ. ഇപ്പം രഞ്ജിനി ഹരിദാസ് എല്ലാവർക്കും വലിയ തേനും പാലും ഒഴിപ്പിക്കുന്ന ആളാണെങ്കിൽ അവർ കേരളത്തിലെ PSC നിയമനങ്ങൾക്ക്, കഴിഞ്ഞ കാലത്ത് നടന്ന നിയമനങ്ങൾക്കെതിരായിട്ട് സമരവുമായിട്ട് വരട്ടെ. എത്ര തേനും പാലും കൂടെ സോഷ്യൽ മീഡിയയിൽ രഞ്ജിനി ഹരിദാസിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒന്ന് നേരിട്ട് സമരം ചെയ്യാമെന്ന് അവർ തല്ലുകയും ചെയ്യും. DYFIക്കാർ ഇറങ്ങി തല്ലും. കാരണം ഞങ്ങളുടെ നേതാക്കന്മാർ കട്ടതും മോഷ്ടിച്ചതും ഞങ്ങളുടെ കൂട്ടത്തിൽ അക്ഷരം അറിയാൻ വയ്യാത്തതും ജോലിക്ക് കയറിയതുമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇവിടെ അരങ്ങേറിയത്. അതുകൊണ്ട് അങ്ങനെ തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് CJP സമരത്തെ പിന്തുണയ്ക്കുന്ന DYFIയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഇരട്ടത്താപ്പ് കൃത്യമായി മനസ്സിലായി. CJP ഇതിൻ്റെ ഈ രാഷ്ട്രീയക്കാർക്കൊപ്പം ചേരാതിരിക്കുക, അതാണ് അവർക്കും നല്ലത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.